പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 128 സങ്കീർത്തനം 1 വാക്യം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഭക്തി കൊണ്ട് വീട് അലങ്കരിക്കുന്ന ഒരു ഭക്തൻ്റെ കുടുംബജീവിതത്തെയാണ് 128 സങ്കീർത്തനം വിവരിക്കുന്നത്. അവൻ്റെ ഭവനത്തിലെ അനുഗ്രഹങ്ങളാണ് നാം കാണുന്നത്. ഭക്തൻ്റെ സകല അനുഗ്രഹത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും അടിസ്ഥാനം യഹോവയാണ്. അവൻ്റെ ചട്ടങ്ങളെ അനുസരിച്ച് അവൻ്റെ വഴികളിൽ നടക്കുന്നവനിൽ യഹോവ പ്രസാദിക്കുന്നു. ഇന്ന് അനേക വിശ്വാസികളും ആത്മീകരല്ല. അവർക്ക് ദൈവത്തെ ഭയമില്ല. കർത്തൃമേശയിൽ പങ്കുണ്ട്. ദൈവദാസന്മാരോടൊപ്പമുണ്ട്. പല പ്രവർത്തനങ്ങളിലും മുമ്പിൽ സജീവമായി അവർ നിൽക്കുന്നു. കൈ തുറന്ന് സാമ്പത്തികമായി സഹായം ചെയ്യുന്നു. പാട്ടിൻ്റെയും പ്രസംഗത്തിൻ്റെയും ഒരു കുറവുമില്ല. ഇതെല്ലാം പുറമേ കാട്ടുമ്പോഴും ദൈവത്തെ ഭയപ്പെടുന്നില്ല. താഴ്മയും വിനയവുമില്ല. ക്ഷമിക്കുവാൻ കഴിയുന്നില്ല. ആലോചന യോഗങ്ങളിൽ അവരുടെ തനിനിറം പുറത്തു വരുവാനിടയായിത്തീരും. കൂട്ടു സഹോദരന്മാരുടെ ഹൃദയം മുറിപ്പെടുത്തുന്നതിൽ ഒരു മനസ്താപവും അവർക്ക് തോന്നുന്നില്ല. പകയും പിണക്കവും വെച്ചു പുലർത്തി അസൂയ മൂലം സഹോദരനെ ഒറ്റപ്പെടുത്തി സംശയത്തിൻ്റെ പേരിൽ അരുതാത്തത് പുറത്തുണ്ടാക്കി അവനെ വലിച്ചെറിയുവാൻ ശ്രമിക്കുന്നു. ദൈവത്തെ ഭയപ്പെടുന്നവർ ക്ഷമയോടെ ഇരുന്ന് ദൈവത്തിൻ കാര്യം ഭരമേൽപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവം അവൻ്റെ കാര്യവും വ്യവഹാരവും നടത്തും. ദാവീദ് കരയുകയാണ്. 12 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യം. അയ്യോ യഹോവേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശുദ്ധന്മാരിൽ വിശ്വസ്തന്മാർ കുറഞ്ഞു പോകുന്നു. ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തനെക്കുറിച്ച് അവൻ്റെ ആഗ്രഹം ഇപ്രകാരമാണ്: ഭക്തന്മാരുടെ കുറവ് സംഭവിക്കുന്നത് ദേശത്തിന് അനുഗ്രഹമല്ല, ശാപമാണ്. പാപിയായ മനുഷ്യനും വിശുദ്ധനായ ദൈവവും തമ്മിൽ അടുക്കുവാൻ കഴിയുകയില്ല. ഇങ്ങോട്ടടുക്കരുത് എന്ന് പഴയ നിയമം പറയുമ്പോൾ ഇങ്ങോട്ടടുത്തു വരുവീൻ എന്ന് പുതിയ നിയമം പറയുന്നു. എബ്രായർ 10:19 മുതലുള്ള വാക്യങ്ങൾ. ദൈവസാന്നിധ്യമുള്ള സ്ഥലം വിശുദ്ധമാണ്. വിശുദ്ധ സ്ഥലത്ത് നിൽക്കണമെങ്കിൽ ചില നിയമങ്ങൾ അനുസരിക്കണം എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നതിൽ ചില നിയമങ്ങൾ അനുസരിച്ച് നിൻ്റെ അശുദ്ധമായ ചെരുപ്പ് ഊരിക്കളയണം. നിനക്ക് ദൈവത്തോടടുത്ത് ഭക്തനായി ജീവിക്കണമെങ്കിൽ ജീവിതത്തിലെ അശുദ്ധമായ ചെരുപ്പുകൾ മറ്റു പലതും മാറ്റിക്കളയണം. പാപത്തിൽ രസിക്കുന്നവനല്ല, ദൈവത്തെ ഭയപ്പെടുന്നവൻ. സങ്കീർത്തനം 4:4 ഇങ്ങനെ നാം വായിക്കുന്നു: നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പീൻ. പാപത്തെ കണ്ട് നടുക്കവും അപ്പോൾ തന്നെ പാപം ചെയ്യാതിരിക്കേണ്ടുന്ന അവസ്ഥയും ദൈവത്തെ ഭയപ്പെടേണ്ടതും ആവശ്യമാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എങ്കിൽ ആ കർത്താവിനെ പ്രഭാതത്തിൽ ആശ്രയിച്ച് വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാൻ, കർത്താവിനെ ഭയപ്പെട്ട് പാപത്തെ കണ്ട് നടുങ്ങി മുൻപോട്ട് പോകുവാൻ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അതിനായി നമുക്ക് ഒരുങ്ങാം. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.